നമസ്കാരം. ബോയിങ് കമ്പനിയുടെ കള്ളത്തരങ്ങൾ വീണ്ടും മറനീക്കി പുറത്തു വരികയാണ്. തങ്ങളുടെ മാനം രക്ഷിക്കാൻ എന്തും ചെയ്യുന്ന ഒരു ഭീമൻ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ബുദ്ധിയിൽ അഹമ്മദാബാദ് വിമാനാപകടത്തിലെ സത്യങ്ങൾ മറങ്ങിപ്പോകുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. വിമാന ദുരന്തത്തിന് 4 ആഴ്ചകൾക്ക് മുൻപ് UK സിവിൽ ഏവിയേഷൻ അതോറിറ്റി അതായത് CAA നിരവധി ബോയിങ് വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും ദിവസേനയുള്ള പരിശോധനകൾക്ക് ഉത്തരവിടുകയും ചെയ്തിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പിന്നീട് ഒരു മാസമാകുന്നതിന് മുൻപാണ് അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീഴുന്നത്. മെയ് 15-ന് UK ഏവിയേഷൻ റെഗുലേറ്റർ ഒരു സുരക്ഷാ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതിൽ 787 ഡ്രീം ലൈനർ ഉൾപ്പെടെ 5 ബോയിങ് മോഡലുകളുടെ ഓപ്പറേറ്റർമാരോട് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതായത് FAA പുറപ്പെടുവിച്ച എയർവർത്തിനെസ് ഡയറക്റ്റീവ് സുരക്ഷിതമല്ലാത്ത ഉപകരണങ്ങൾ ശരിയാക്കുന്നതിനും എല്ലാം പുനഃപരിശോധിക്കാനും പ്രശ്നം അവരുടെ വിമാനങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. FAA നിർദ്ദേശത്തിൽ ഇന്ധന ഷട്ട് ഓഫ് വാൽവ് ആക്യുവേറ്ററുകളെ സുരക്ഷാ ആശങ്കയായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ബോയിങ് വിമാനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇന്ധന ഷട്ട് ഓഫ് വാൽവുകളെ ബാധിക്കുന്ന ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് FAA ഒരു എയർവർത്തിനെസ് ഡയറക്റ്റീവ് പുറപ്പെടുവിക്കുകയായിരുന്നു. എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം തടയുന്ന ഒരു സുരക്ഷാ ഉപകരണമാണ് ഇന്ധന ഷട്ട് ഓഫ് വാൽവ് അഥവാ ഫ്യൂൽ ഷട്ട് ഓഫ് വാൽവ്. സാധാരണയായി അറ്റകുറ്റപ്പണികൾക്കായി എഞ്ചിൻ തീപിടുത്തമുണ്ടായാൽ അല്ലെങ്കിൽ നിർബന്ധിത ലാൻഡിംഗ് സമയത്ത് ഇത് ഉപയോഗിക്കാനുള്ളതാണ്. ഇന്ധന ചോർച്ച തടയുന്നതിനും വിമാനത്തിന്റെ സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇത്. അത്യാവശ്യ സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ അത്രയും സുരക്ഷിതമായിട്ടാണ് ഇത് ഘടിപ്പിച്ചിട്ടുള്ളത്. നിർണായകമായ കാര്യം എന്നാൽ ബോയിങ് 787 വിമാനങ്ങളിലെ ഇന്ധന ഷട്ട് ഓഫ് വാൽവ് ആക്യുവേറ്ററുകൾ ഉൾപ്പെടെയുള്ളവ പരീക്ഷിക്കാനോ പരിശോധിക്കാനോ ആവശ്യമെങ്കിൽ മാറ്റി സ്ഥാപിക്കാനോ UK റെഗുലേറ്റർ എയർലൈൻ ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് ലഭ്യമായ വിവരം. കൂടാതെ മേൽപ്പറഞ്ഞ വിമാനങ്ങളിലെ ഇന്ധന ഷട്ട് ഓഫ് വാൽവുകളുടെ ദൈനംദിന പരിശോധനകൾ നടത്തണമെന്ന് സുരക്ഷാ അറിയിപ്പിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുമുണ്ടായിരുന്നു. എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ ഓരോ എഞ്ചിനിലേക്കും ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ അപ്രതീക്ഷിതമായി കട്ട് ഓഫ് ആയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടും ഇപ്പോൾ ചർച്ചയാകുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അതായത് AIBയുടെ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. എന്നാൽ ജൂലൈ 11-ന് പുറത്തിറക്കിയ ഒരു വിജ്ഞാപനത്തിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് രൂപകൽപ്പന ഒരു സുരക്ഷാ അപകടവും സൃഷ്ടിക്കുന്നില്ല എന്ന് FAA പറഞ്ഞിരുന്നു. അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം ബോയിങ്ങിന്റെ അടിസ്ഥാന അറ്റകുറ്റപ്പണി സമയക്രമം അനുസരിച്ച് 2019-ലും 2023-ലും തകർന്ന ഡ്രീം ലൈനറിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഉൾക്കൊള്ളുന്ന ത്രോട്ടിൽ കൺട്രോൾ മോഡ്യൂൾ ഒന്നാകെ എയർ ഇന്ത്യ മാറ്റിസ്ഥാപിച്ചിരുന്നു. എങ്കിലും ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനം എയർ ഇന്ത്യ പരിശോധിച്ചില്ല എന്ന AIB പ്രാഥമിക റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. അതിനിടെ 787 ഡ്രീം ലൈനർ ഉൾപ്പെടെ നിരവധി ബോയിങ് മോഡലുകളുടെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനം അബദ്ധവശാൽ നീക്കാൻ കഴിയില്ല എന്നാണ് വ്യോമയാന വിദഗ്ധർ പറയുന്നത്. ഇതിന് പിന്നാലെ 260 പേരുടെ മരണത്തിനിടയാക്കിയ മഹാദുരന്തത്തിലേക്ക് വഴിയൊരുക്കിയ കാരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. ഇതിന് നിജസ്ഥിതി അറിയാൻ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നാണ് കരുതുന്നത്.